മാസപ്പടി വിവാദത്തിൽ ഇ.ഡി. അന്വേഷണം ആരംഭിക്കുമ്പോൾ വെട്ടിലാകുന്നത് വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന KSIDC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന 12 സ്ഥാപനങ്ങൾക്ക് SFIO നോട്ടീസ് നൽകിയിരുന്നു. ആരോപണ വിധേയരായവർക്ക് ഇ.ഡി. ഉടൻ നോട്ടീസ് നൽകുമ്പോൾ പിണറായി സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിൽ ആകുകയാണ്. മാസപ്പടി വിവാദം ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇ.ഡി. കൂടി അന്വേഷണം ആരംഭിച്ചതോടെ സംസ്ഥാന സർക്കാരും CPM-ഉം കടുത്ത പ്രതിരോധത്തിൽ തന്നെ ആയിരിക്കുകയാണ്. ഏതു വിധേനയും പ്രതിരോധിക്കുക എന്നുള്ള തന്ത്രം മാത്രമാണ് ഇപ്പോൾ CPM പയറ്റുന്നത്. അതിനായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJP ഉപയോഗപ്പെടുത്തുന്നു, രാഷ്ട്രീയ ആയുധമാക്കുന്നു തുടങ്ങിയ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതായിരിക്കും ഇ.ഡിയുടെ അന്വേഷണം. കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ നേതൃത്വത്തിൽ 12 സ്ഥാപനങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഇ.ഡി ഈ വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഇ.ഡി മാസപ്പടി വിവാദത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സ്ഥാപനം KSDC എന്ന് പറഞ്ഞ കേരള വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനമായിരിക്കും. KSIDC ആണ് ഇത്തരത്തിലുള്ള ഈ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ CMRL-ന്റെയും KMRL-ന്റെയും ഒക്കെ അനുമതി നൽകിയതും ഈ മാസപ്പടി വിവാദത്തിൽ ഏറ്റവും കൂടുതൽ കുരുങ്ങിക്കിടക്കുന്ന സ്ഥാപനം ഒരുപക്ഷെ വ്യവസായ മന്ത്രി P. രാജീവിന് കീഴിൽ വരുന്ന വകുപ്പ് തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് പല വ്യവസായ വകുപ്പിന് കീഴിൽ പല അലിഗേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സേഫ് കേരള പദ്ധതി മുതൽ എടുക്കാം, അങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന അഴിമതി കേസുകളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നേരത്തെ തന്നെ ഈ SFIO KSDC-യിൽ അന്വേഷണം നടത്തുന്ന സമയത്തും തെളിവുകൾ സ്വീകരിക്കുന്ന സമയത്തും വ്യവസായ വകുപ്പ് ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയിൽ പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണം നിർത്തിവെക്കണം, സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തുന്നത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് വിധേനയും അന്വേഷണത്തെ മറികടക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇലക്ഷൻ സമയത്തെങ്കിൽ പോലും അന്വേഷണത്തെ പ്രതിരോധിക്കുക എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഇടപെടലായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 12ഓളം സ്ഥാപനങ്ങളിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള SFIയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. ആദായ വകുപ്പും അതോടൊപ്പം തന്നെ ഈ SFIയും 2 സ്ഥാപനങ്ങൾ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും കള്ളപ്പണം തന്നെയാണ് പ്രധാന വിഷയം. ഒരുപക്ഷെ ഇതൊരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലോ അല്ല ഇങ്ങനെയുള്ളൊരു വലിയൊരു അഴിമതി നടന്നിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. CMRL അതുപോലെ KML എന്നൊക്കെ പറയുന്ന സ്ഥാപനം വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വിഷയങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണക്കാരിലേക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലേക്കുള്ള അഴിമതികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തുച്ഛമായ ആലപ്പുഴയിൽ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണൽ കോരുന്നു, അവിടെ നിന്നും തുടങ്ങുകയാണ് ഈ അഴിമതി. മണൽ കോരുന്നു, ഈ മണലിലെ ധാതുക്കൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ 10 ലക്ഷം ടണ്ണോളം മണ്ണ് അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്നും വാരി മാറ്റുന്നു. ഈ മണൽ കടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ വഴിവിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഈ വ്യവസായ കമ്പനികളിൽ നിന്നും അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ജോലിയില്ലാ വേതനം മാസപ്പടി കൈപ്പറ്റുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു വ്യാപൃതമായി സംസ്ഥാനം മുഴുവൻ വ്യാപൃതമായി കിടക്കുന്ന ഒരു വലിയൊരു അഴിമതിയാണ്. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനായിട്ട് ഇ.ഡി ശ്രമിക്കുന്ന സമയത്താണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നതും അവരതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതും. ആദായ വകുപ്പ് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇ.ഡിക്ക് നൽകിയിട്ടുള്ളത്. 2023-ൽ GST വകുപ്പിന് കീഴിൽ വരുന്ന നികുതി വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, അതായത് വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി
കൈപ്പറ്റിയിട്ടില്ല എന്നും ഇതിന് വ്യക്തമായിട്ടുള്ള IGST അടച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ ഈ റിപ്പോർട്ടും ഒരു പക്ഷേ ഈ വാല്യുബിൾ ആണോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സാധുവാണോ എന്ന് കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള റിപ്പോർട്ടിൽ എന്ത് അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി ഇല്ലാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ പഴുതടച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമായിരിക്കും EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്നൊക്കെ ഈ ED അന്വേഷണത്തിലൂടെ കാണേണ്ടതായിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും വ്യക്തമായിട്ട് ഇതിനൊരു മറുപടി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് പാർട്ടി അറിയിച്ചിരുന്നത് അത് ഒരു പക്ഷേ അത് അവരുടെ വിഷയമാണ്, മക്കളുടെ വിഷയമാണ്, വ്യക്തിപരമായ വിഷയമാണ്. അത് കോടിയേരി തന്നെ അതിൽ മറുപടി പറയണം, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്യില്ല. പക്ഷേ നേരെ മറിച്ച് പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇത്തരത്തിലൊരു അലിഗേഷൻ അല്ലെങ്കിൽ ആരോപണം വരുന്ന സമയത്ത് അത് വേട്ടയാടാൻ വേണ്ടി ഒരു പക്ഷേ പിണറായിയുടെ കുടുംബത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയും ചർച്ചയിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു കാര്യവും പാർട്ടിയിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു അഴിമതി, ഈ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം, ഈ അന്വേഷണമൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന 12ഓളം സ്ഥാപനങ്ങൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വരുന്നുണ്ടോ അവർക്കെല്ലാം നോട്ടീസ് ഉടൻ നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏത് അറ്റം വരെ പോകാനും സംസ്ഥാന സർക്കാർ സജ്ജമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ മൗനം പാലിക്കാനും ഒരു കാലയളവ് ഇലക്ഷൻ കഴിയുന്ന കാലം വരെ വിഷയത്തിൽ മൗനം പാലിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. രോഹിണി.